എല്ലാവർക്കും നമസ്കാരം. ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചില ടോപ്പിക്കുകളുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഇത്തരം പമ്പുകൾ നിലവിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പെട്രോൾ വാഹനങ്ങളിലാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരം പമ്പുകൾ ഉപയോഗിക്കുന്നത് പെട്രോൾ വാഹനങ്ങളിലാണ്. പെട്രോൾ വാഹനങ്ങളിൽ ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഒരിക്കലും അല്ല. പെട്രോൾ വാഹനങ്ങൾ രണ്ട് തരം പമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ പമ്പ് എന്ന് പറയുന്നത് SU ഇലക്ട്രിക്കൽ പമ്പാണ്. SU ഇലക്ട്രിക്കൽ പമ്പ്, SU ഇലക്ട്രിക്കൽ പമ്പ്. അതുപോലെ രണ്ടാമത്തതാണ് AC മെക്കാനിക്കൽ പമ്പ്. അപ്പൊ ഈ SU ഇലക്ട്രിക്കൽ പമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന പമ്പാണ് SU ഇലക്ട്രിക്കൽ പമ്പ്. AC മെക്കാനിക്കൽ പമ്പ് പറയുമ്പോൾ മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന പമ്പാണ് AC മെക്കാനിക്കൽ പമ്പ്. ഈ SU എന്ന് പറയുന്നതും AC എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. SU എന്ന് പറഞ്ഞാൽ സ്കിന്നേഴ്സ് യൂണിയൻ. SU എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിന്നേഴ്സ് യൂണിയൻ. സ്കിന്നേഴ്സ് യൂണിയൻ. അതുപോലെ AC എന്ന് പറഞ്ഞാലോ? AC എന്ന് പറഞ്ഞാൽ ആക്ച്വേറ്റഡ് ബൈ ക്യാം. ആക്ച്വേറ്റഡ് ബൈ. സോ ഈ രണ്ട് പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്താണ് AC? AC എന്ന് പറയുന്നത് ആക്ച്വേറ്റഡ് ബൈ ക്യാം. ഒരു ക്യാം പ്രവർത്തിച്ചുകൊണ്ട് ആക്ച്വേറ്റ് ആവുന്ന ഒരു തരം പമ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എന്നും. ഇലക്ട്രിക്കൽ പമ്പ്, അത് തന്നെ സ്കിന്നേഴ്സ് യൂണിയൻ നിർമ്മിച്ച ഇലക്ട്രിക്കൽ പമ്പ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പുകളെ നമ്മൾ സ്കിന്നേഴ്സ് യൂണിയൻ ഇലക്ട്രിക്കൽ പമ്പ്, SU ഇലക്ട്രിക്കൽ പമ്പ് എന്നും പറയും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചിത്രം കാണാം. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യം ഇതിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ക്യാം കാണാം. ഒരു ക്യാം, ഇത് നമ്മൾ എക്സെൻട്രിക് എന്ന് എഴുതിയിട്ടുണ്ട്. എൻജിൻ ക്യാം ഷാഫ്റ്റിൽ വരുന്ന ഒരു എക്സെൻട്രിക് ക്യാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ എഞ്ചിന്റെ ക്യാം ഷാഫ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഞ്ചിന്റെ ഇൻലെറ്റും എക്സോസ്റ്റും ആയിട്ടുള്ള വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഞ്ചിനിൽ നമ്മൾ ക്യാം ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ ക്യാം ഷാഫ്റ്റിൽ വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പുറമെ മറ്റൊരു ക്യാം കൂടി ഉണ്ടായിരിക്കും, ഒരു എക്സെൻട്രിക് ക്യാം കൂടി ഉണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റോക്കർ ആം കാണാൻ സാധിക്കും. ഒരു റോക്കർ ആം. ഈ റോക്കർ ആം ഈ വാൽവിനോട്, ഈ ഒരു എക്സെൻട്രിക് ക്യാമിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ റോക്കർ ആമിന്റെ ഈ ഒരു എൻഡിൽ നമുക്കിവിടെ ഒരു പുൾ റോഡ് കാണാം. ഒരു പുൾ റോഡിന് മുകൾ ഭാഗത്തായിട്ട് ഒരു ഡയഫ്രവും കാണാൻ സാധിക്കും. ഒരു ഡയഫ്രം, അല്ലെ? ഒരു ഡയഫ്രം. ഈ ഡയഫ്രം പുൾ റോഡും കൂടെ ഒരു സ്പ്രിങ്ങിന്റെ സഹായത്തോടു കൂടി കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഡയഫ്രത്തിന് മുകൾ ഭാഗത്തായിട്ട് ഒരു ചേംബർ നമുക്ക് കാണാം. ഇവിടെ രണ്ട് വാൽവുകൾ, ഇതൊന്നാമത്തെ വാൽവ്, ഇതിനെ സക്ഷൻ വാൽവ് എന്നും ഇത് രണ്ടാമത്തെ വാൽവ്, ഇതിനെ പ്രഷർ വാൽവ് എന്നും പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്ട്രെയിനർ കാണാം. സ്ട്രെയിനർ പോർഷൻ ഇവിടെ കാണാം. അതുപോലെ ഫ്യൂവലിന് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു വഴിയും അതുപോലെ തന്നെ ഫ്യൂവലിന് കാർബറേറ്ററിലേക്ക് പോകാനുള്ള ഒരു വഴിയും ഇവിടെ കാണാൻ സാധിക്കും. സോ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് നിലവിൽ ഈ ഒരു ചിത്രം നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് പെട്രോൾ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അത് AC മെക്കാനിക്കൽ അല്ലെങ്കിൽ ആക്ച്വേറ്റഡ് ബൈ ക്യാം എന്ന് പറയുന്ന മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാം ഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ക്യാം ഷാഫ്റ്റ് എഞ്ചിന്റെ ബ്ലോക്കിൽ, അതായത് ക്യാം ഷാഫ്റ്റിന്റെ തൊട്ടടുത്തായിട്ടായിരിക്കും ആര് വരുന്നത്? ഈ ഒരു നിലവിൽ ഈ ഒരു പമ്പ് നിലവിൽ വരുന്നത്. കാരണം ദൂരത്തേക്കൊന്നും ഈ പമ്പ് നമുക്ക് നിലവിൽ വെക്കാൻ പറ്റില്ല.
കാരണം ക്യാം ഷാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ പമ്പ് പ്രവർത്തിക്കുന്നത്. എന്നാൽ SU ഇലക്ട്രിക്കൽ പമ്പ് അങ്ങനെയല്ല. SU ഇലക്ട്രിക്കൽ പമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഇലക്ട്രിക്കൽ എനർജിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അത് നമുക്ക് വേണമെങ്കിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ പമ്പിനെ സംബന്ധിച്ചിടത്തോളം. ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് AC മെക്കാനിക്കൽ പമ്പും SU ഇലക്ട്രിക്കൽ പമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഈ രീതിയിലൊക്കെയാണ്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡയഫ്രത്തിന്റെ കേസ് പറഞ്ഞു, വാൽവിന്റെ കേസ് പറഞ്ഞു, ഡ്രൈവ് കിട്ടുന്ന കേസ് പറഞ്ഞു, അതുപോലെ തന്നെ റോക്ക് റാമും റിട്ടേൺ സ്പ്രിങ്ങും ആ ഒരു ഭാഗവും പറഞ്ഞു. ഇനി അതിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഡയഫ്രം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ, അതിന്റെ മെറ്റീരിയൽ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഡയഫ്രത്തിന്റെ മെറ്റീരിയൽ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഓഫ് ഹൈ ഗ്രേഡ് കോട്ടൺ ഇംപ്രഗ്നേറ്റഡ് വിത്ത് സിന്തറ്റിക് റബ്ബർ. എന്താണ്? ഹൈ ഗ്രേഡ് കോട്ടൺ ആണ് അല്ലെ? ഹൈ ഗ്രേഡ് കോട്ടൺ ആണ്. അത് എന്തുമായിട്ട് എന്താണ് മിക്സ് ചെയ്തിട്ടുണ്ട്? സിന്തറ്റിക് റബ്ബറുമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഡയഫ്രം വരിക. അതുപോലെ തന്നെ വാൽവ്. വാൽവ് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? സക്ഷൻ വാൽവും അതുപോലെ തന്നെ ഈ ഒരു പ്രഷർ വാൽവ്. ഈ രണ്ട് വാൽവുകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിലവിൽ വരുന്നത് ബാക്കലൈറ്റ് ആണ്. ബാക്കലൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ബാക്കലൈറ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്? ഇവിടെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഇനേർഷ്യ സ്ട്രെസ്സസ് നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അപ്പൊ ഈ കാരണങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. വാൽവ്, ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന്റെ സക്ഷൻ വാൽവും പ്രഷർ വാൽവ് എന്ന് പറയുന്നത് ബാക്കലൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇനേർഷ്യ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അടുത്ത ഒരു ഭാഗം നോക്കാം. എന്താണ്? ഡ്രൈവ് കിട്ടുന്ന ഭാഗം. അപ്പൊ ഈ ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന് ഡ്രൈവ് നിലവിൽ കിട്ടുന്നത്. ഈ ക്യാം ഷാഫ്റ്റ് എന്താണ് തിരിയുമ്പോൾ, അല്ലെങ്കിൽ എക്സെൻട്രിക് ക്യാം തിരിയുമ്പോൾ റോക്ക് റാമിനെ ഓപ്പറേറ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ റോക്ക് റാമും അതുപോലെ തന്നെ റിട്ടേൺ സ്പ്രിങ്ങും നാലാമതായിട്ട് വരുന്ന കമ്പോണൻസ് ആണ് റോക്ക് റാം അതുപോലെ തന്നെ റിട്ടേൺ സ്പ്രിങ്. എന്താണ് ഈ റോക്ക് റാം? ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. റോക്ക് റാം എന്ന് പറയുന്ന ഭാഗം ഇവിടെ വരുന്ന ഭാഗം. റിട്ടേൺ സ്പ്രിങ് എന്ന് പറയുന്നതോ ഇവിടെ വരുന്ന ഈ ഒരു ഡയഫ്രത്തിന് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് റിട്ടേൺ സ്പ്രിങ്. സോ ഈ റോക്ക് റാം ഓപ്പറേറ്റ് ആവുമ്പോൾ ഈ റോക്ക് റാമിന്റെ ഭാഗം മുകളിലേക്കാണ് നീങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ സ്പ്രിങ് എന്ന് പറയുന്നത് എന്താവും? കംപ്രഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. എന്നാൽ റോക്ക് റാമിന്റെ പോർഷൻ എന്ന് പറയുന്നത് താഴേക്കാണ് നീങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, ഈ റോക്ക് റാമിന്റെ പോർഷൻ മുകളിലേക്കാണ് നീങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ സ്പ്രിങ് എക്സ്പാൻഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അതേസമയം റോക്ക് റാമിന്റെ പോർഷൻ താഴേക്കാണ് നീങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം റിട്ടേൺ സ്പ്രിങ്ങിന്റെ പോർഷൻ എന്ന് പറയുന്നത് കംപ്രസ് ആവുകയായിരിക്കും. കാരണം അത് പിവറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും അവിടെ പിവറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം താഴേക്ക് നീങ്ങുമ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് മുകളിലേക്കാവും നീങ്ങുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ഈ ഭാഗം താഴേക്കാണ് നീങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഈ പോർഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. കാരണം ഇവിടെ ഇത് പിവറ്റഡ് ആണ് അല്ലെ? അതുപോലെ തന്നെ ഈ പോർഷൻ മുകളിലേക്കാണ് നീങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് താഴേക്കായിരിക്കും. അപ്പൊ ഇവിടെ എക്സ്പാൻഷൻ, സ്പ്രിങ്ങിന് എക്സ്പാൻഷൻ ആയിരിക്കും നിലവിൽ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. വർക്കിംഗ് ജസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡയഫ്രം താഴേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്, ഫസ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ഡയഫ്രം താഴേക്ക് നീങ്ങുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഫ്യൂവലിനെ ഈ ഒരു ചേംബറിലേക്ക് എത്തിക്കണം. ചേംബറിലേക്ക് എത്തിക്കണം. ഫ്യൂവൽ ഏതിലേ വരിക? ഇതിലൂടെ വന്ന് സ്ട്രെയിനറിലൂടെ കയറി ഇങ്ങനെ ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഈ വാൽവ് ഓപ്പൺ ആവുകയും ഈ വാൽവ് ഓപ്പൺ ആവണം. ഈ വാൽവ് ഓപ്പൺ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എന്ത് വേണം? ഈ ഒരു ഭാഗത്ത് ഒരു സക്ഷൻ ക്രിയേറ്റ് ആവണം. അതിനുവേണ്ടി എന്ത് സംഭവിക്കും? ഈ ഒരു എക്സെൻട്രിക് ക്യാം തിരിയുമ്പോൾ ഈ ക്യാമിന്റെ ഈ ഒരു പോർഷൻ,
ഈ ഒരു ലോ പോർഷൻ ഇവിടെ വന്ന് തട്ടുകയും ഈ ഒരു റോക്കർ ആമിനെ മുകളിലേക്ക് നീക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ പുൾ റോഡ് താഴേക്ക് നീങ്ങുകയും എന്തിനാ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് പുൾ റോഡ് താഴേക്ക് നീങ്ങുകയും ഈ മുകൾ ഭാഗത്ത് ഒരു വാക്വം ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, വാക്വം ക്രിയേറ്റ് ആവുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി ഫ്യൂവൽ എന്ത് ചെയ്യും? ഈ ചേംബറിലേക്ക് കയറും. ഫ്യൂവൽ ചേംബറിലേക്ക് കയറും. അതാണ് സക്ഷൻ സ്ട്രോക്കിൽ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്ന പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയഫ്രം മൂവ്സ് ഡൗൺ, അല്ലെ? ക്രിയേറ്റ് എ വാക്വം ഇൻ ദ പമ്പ് ചേംബർ. പമ്പിന്റെ ചേംബറിൽ എന്ത് സംഭവിക്കുന്നു? ഒരു വാക്വം ഉണ്ടാവുന്നു. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുന്നു. അതുപോലെ തന്നെ ഫ്യൂവൽ പാസസ് ത്രൂ സ്ട്രെയിനർ ഇൻ ടു ചേംബർ. ഫ്യൂവൽ എന്ത് ചെയ്യും? സ്ട്രെയിനറിലൂടെ കയറിയിട്ട് ആ ചേംബറിലേക്ക് എത്തും. കൃത്യമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? എക്സെൻട്രിക് ക്യാം തിരിയുന്നു. സോ ഡയഫ്രം താഴേക്ക് നീങ്ങുന്നു. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുന്നതും ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? സ്ട്രെയിനർ വഴി ഇങ്ങനെ വന്ന് ചേംബറിലേക്ക് കയറുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഈ ഒരു സ്ട്രോക്കിൽ, സക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രോക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്ട്രോക്ക് ഡെലിവറി സ്ട്രോക്കാണ്. അതായത് എന്താണ്? ഡയഫ്രം മുകളിലേക്ക് നീങ്ങുന്നത്, മൂവ്സ് അപ്പ്. ഡയഫ്രം മുകളിലേക്ക് നീങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ഡയഫ്രം മുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് ക്ലോസ് ആവും. അതുപോലെ തന്നെ പ്രഷർ വാൽവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പൺ ആവുകയും ചെയ്യും. പ്രഷർ വാൽവ് ഓപ്പൺ ആവും, അല്ലെ? പ്രഷർ വാൽവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൽവ് ക്ലോസ്, ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ. ഓക്കെ, ഔട്ട്ലെറ്റ് വാൽവ് എന്നോട് ഉദ്ദേശിച്ചത് ഏത് വാൽവാണ്? പ്രഷർ വാൽവ് ആണ് ഔട്ട്ലെറ്റ് വാൽവ് കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രഷർ വാൽവ്. ഓക്കെ, പ്രഷർ വാൽവ് അത് ഓപ്പൺ ആവുകയും ചെയ്യും. സോ ഫ്യൂവൽ ഈസ് ഡെലിവേർഡ് അണ്ടർ പ്രഷർ ടു കാർബറേറ്റർ ഫ്ലോട്ട് ചേമ്പർ. നേരെ ഫ്യൂവൽ എങ്ങോട്ടാ പോവുക? ഫ്യൂവൽ നേരെ ആ ഔട്ട്ലെറ്റിലൂടെ എങ്ങോട്ട് പോകുന്നു? കാർബറേറ്ററിലേക്ക് പോകുന്നു. കാർബറേറ്ററിന്റെ ഫ്ലോട്ട് ചേമ്പർ. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കാർബറേറ്റർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. കാർബറേറ്ററിന് ഒരു ഫ്ലോട്ട് ചേമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ആ ഫ്ലോട്ട് ചേമ്പറിൽ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിലിങ്ങനെ ഒരു വഴി ഇങ്ങനെ വരും. ആ ഒരു പൈപ്പിലൂടെ വന്ന് ഫ്ലോട്ട് ചേമ്പറിലേക്ക് എന്ത് ചെയ്യും? ഫ്യൂവൽ വന്ന് വീഴും. ഫ്ലോട്ട് പൊങ്ങുമ്പോൾ ഫ്ലോട്ട് എന്ത് ചെയ്യും? ഈ വഴിയെ ക്ലോസ് ചെയ്യും. അപ്പൊ ഫ്ലോട്ട് ചേമ്പറിലേക്ക് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂവൽ വന്ന് വീഴുന്നത്. സോ സക്ഷൻ വാൽവ് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ പ്രഷർ വാൽവ് ചെയ്യുന്ന കാര്യം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? ഈ ഒരു ക്യാമിന്റെ റൊട്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫ്യൂവൽ പ്രഷർ റെഗുലേഷൻ. അതായത് എത്ര പ്രഷറിലാണ് ഡയഫ്രം സ്പ്രിങ് അല്ലെങ്കിൽ ഈ ഒരു പമ്പ് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നത്. പ്രഷർ ഈസ് മെയിൻറ്റൈൻഡ് ബിറ്റ്വീൻ 20 to 35 കിലോ പാസ്കൽ ബൈ ഡയഫ്രം റിട്ടേൺ സ്പ്രിങ്. ഈ ഡയഫ്രം റിട്ടേൺ സ്പ്രിങ് എന്ത് ചെയ്യുന്നുണ്ട്? 20 മുതൽ 30 കിലോ പാസ്കൽ വരെ പ്രഷറിൽ ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പ്രഷർ എന്ത് ചെയ്യാൻ പറ്റില്ല? വളരെ കുറവായാലും കൂടുതലായാലും എന്തുണ്ട്? പ്രശ്നങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ട്. അപ്പൊ നോട്ട് ടു ലോ, കറക്റ്റ് പ്രഷർ എൻഷുർ, നോട്ട് ടു ലോ, അവോയ്ഡ് ഫ്യൂവൽസ്. പ്രഷർ വളരെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവോയ്ഡ് ഫ്യൂവൽ സ്റ്റാർവേഷൻ അറ്റ് ഹൈ സ്പീഡ് ലോഡ്സ്. അതായത് ഹൈ സ്പീഡ് അതുപോലെ തന്നെ വലിയ ലോഡൊക്കെ വരുന്ന സമയത്ത് ഫ്യൂവലിന്റെ സ്റ്റാർവേഷൻ അവിടെ സംഭവിക്കും. എന്താണ്? എന്നാൽ പ്രഷർ കൂടുതലാണെങ്കിൽ എന്താണ്? കാർബറേറ്റർ ഫ്ലഡിങ് സംഭവിക്കും. കാർബറേറ്ററിലെ ഫ്ലോട്ട് ചേമ്പറിൽ ഫ്യൂവല് നിറയുകയും, അതായത് ആ നീഡിൽ വാൽവിന്റെ മുകളിൽ പോയിട്ട് പ്രഷറൈസ് ചെയ്ത് ഫ്ലോട്ട് ചേമ്പറിലേക്ക് ഫ്യൂവല് വല്ലാതെ കയറി ആ ഒരു നോസിലൂടെ ഫ്യൂവല് കൂടുതലായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ നിലവിലുണ്ടാവും. എന്നാൽ വളരെ കുറവാണെങ്കിൽ ഫ്യൂവൽ കൃത്യമായിട്ട് കിട്ടാതെ ഫ്യൂവൽ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിലവിൽ അവിടെ സംഭവിക്കുകയും ചെയ്യും. പിന്നെന്താണ്? ഈ ഫ്ലോട്ട് ചേമ്പർ ഫുള്ളായി കഴിഞ്ഞാൽ, ഇപ്പോ നമുക്കറിയാം ഈ ഫ്യൂവല് നിലവില് ഔട്ട് ടു കാർബറേറ്റർ എന്ന് പറയുന്ന ആ ഭാഗം അവിടുന്ന് നേരെ പോകുന്നത് കൊണ്ടാണ് ഫ്ലോട്ട് ചേമ്പറിലേക്കാണ്. അപ്പൊ ഫ്ലോട്ട് ചേമ്പറിൽ വന്ന് ഫ്യൂവൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫ്ലോട്ട് ചേമ്പർ നിറയും. ഫ്ലോട്ട് ചേമ്പർ നിറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഫ്യൂവല് ചാടുന്നത് അവിടെ സ്റ്റോപ്പാണ്. പക്ഷെ ഈ പമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല? പമ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിർത്തിയിട്ടുണ്ടായിരിക്കില്ല. പമ്പ് ക്യാം ഷാഫ്റ്റ് ഇങ്ങനെ തിരിയുന്നതുകൊണ്ട് തന്നെ പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഫ്യൂവലിനെ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് നിലവിൽ അവിടെ ഉണ്ടായാൽ ഈ കാർബറേറ്റർ എന്തായി പോവും? കാർബറേറ്റർ നാശമായി പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈനിലുള്ള പ്രഷർ കൂടുകയും ആ പ്രഷർ യഥാർത്ഥത്തിൽ എവിടെ ആക്ട് ചെയ്യപ്പെടും? അത് ഈ ഒരു ചേംബറിൽ ആക്ട് ചെയ്യപ്പെടുകയും
അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഡയഫ്രത്തിനെ താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് താഴേക്ക് തള്ളി പിടിക്കുകയും അതുകൊണ്ട് തന്നെ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും റോക്രാമിൽ തട്ടാത്ത രീതിയിൽ, റോക്രാം ഇപ്പൊ മേലേക്ക് പൊങ്ങി നിൽക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ റോക്രാമിൽ തട്ടാത്ത രീതിയിൽ നിൽക്കുകയും കൂടുതലായിട്ടുള്ള പ്രഷറിലുള്ള ഫ്യൂവലിന്റെ സപ്ലൈ യഥാർത്ഥത്തിൽ ഫ്ലോട്ട് ചേമ്പറിലേക്ക് നടക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റത്തിലെ സേഫ് ഗാർഡ് ചെയ്യും. അതായത് സിസ്റ്റം കൊളാപ്സ് ആയി പോവാതെ സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടി സഹായിക്കും. ഒരിക്കൽ കൂടെ പറയാം, ഈ പ്രഷർ ഈ പമ്പ് എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റ് തിരിയുമ്പോൾ ഓപ്പറേറ്റ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂവലിന്റെ സപ്ലൈ എല്ലാ സമയത്തും എഞ്ചിൻ ഓൺ ആയി കഴിഞ്ഞാൽ ഫ്യൂവലിന്റെ സപ്ലൈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഫ്ലോട്ട് നമുക്കറിയാം, സിമ്പിൾ കാർബറേറ്ററിനകത്ത് ഫ്ലോട്ട് ചേമ്പറിൽ ഒരു ലിമിറ്റ് വരെ ഫ്യൂവൽ എത്തിക്കഴിഞ്ഞാൽ ഫ്ലോട്ട് എന്ത് ചെയ്യും, ആ ഫ്ലോട്ട് ചേമ്പറിനെ ക്ലോസ് ചെയ്യും. വീണ്ടും ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കില്ല, അതിനവിടെ ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് അവിടെ നിലവിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു ഫ്ലോട്ടിനെ അതിന്റെ മുകളിൽ വന്ന് പ്രഷർ ചെയ്ത് ഫ്ലോട്ടിനെ താഴേക്ക് താത്തി ഫ്യൂവൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ വരുമ്പോൾ ഫ്ലഡിങ് സംഭവിക്കും കാർബറേറ്ററിന്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ചേമ്പറിൽ ഫ്യൂവൽ വന്ന് നിറഞ്ഞ് നീഡിൽ വാൽവ് ഈ ഫ്ലോട്ട് ചേമ്പറിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഫ്യൂവലിനെ ഇങ്ങനെ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ടൈമിൽ ഈ ലൈനിൽ പ്രഷർ കൂടുകയും ലൈനിൽ പ്രഷർ കൂടി ആ പ്രഷർ എവിടെ ആക്ട് ചെയ്യപ്പെടും, ഈ ചേമ്പറിൽ ആക്ട് ചെയ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡയഫ്രത്തിനെ താഴേക്ക് തള്ളി നിർത്തുകയും സോ അതുകൊണ്ട് തന്നെ റോക്രാമിന്റെ പോർഷൻ മുകളിലേക്ക് തള്ളി നിൽക്കുകയും അതുകൊണ്ട് റോക്രാമിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യും. എപ്പോഴാണോ ഇവിടുത്തെ പ്രഷർ കുറയുന്നത് ആ സമയത്ത് വീണ്ടും ഇത് പഴയ പോലെ ആവുകയും ക്യാം എന്ത് ചെയ്യും, ഈ റോക്രാമിനെ ഓപ്പറേറ്റ് ചെയ്ത് വീണ്ടും ഫ്യൂവലിനെ സപ്ലൈ ചെയ്തുകൊണ്ടും ഇരിക്കും. സോ ഇത് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് നിലവിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഒരു മെക്കാനിസം കൂടെ ഇവിടെ നിലവിൽ വരുന്നുണ്ട്. അതാണ് ഈ ഓട്ടോമാറ്റിക് കൺട്രോൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നാലാമതായിട്ട് എഴുതിയിട്ടുള്ള പോയിന്റ്. വെൻ ഫ്ലോട്ട് ചേമ്പർ ഈസ് ഫുൾ, ഡയഫ്രം റിട്ടേൺ സ്പ്രിംഗ് സ്റ്റേസ് കംപ്രസ്ഡ്, അല്ലെ? ഡയഫ്രം റിട്ടേൺ സ്പ്രിംഗ് കംപ്രസ്ഡ് ആയി നിൽക്കും. അതിന്റെ കാരണം എന്താ, ഡയഫ്രം റിട്ടേൺ സ്പ്രിംഗിന്റെ മുകൾ ഭാഗത്തായിരിക്കും എന്ത് വരുന്നത്, ആ ഒരു പ്രഷർ നിലവിൽ വരുന്നത്. ഡയഫ്രം മൂവ്സ് റെസ്ട്രിക്റ്റഡ് ഓർ സീറോ, ഡയഫ്രം എന്ത് ചെയ്യും, താഴേക്ക് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കും. പമ്പ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസസ് ഓർ സ്റ്റോപ്പ് സപ്ലൈ അൺടിൽ ഫ്യൂവൽ ഈസ് കൺസ്യൂംഡ്. എന്താണ്, പമ്പ് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, പ്രവർത്തനം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഫ്ലെക്സിബിൾ കണക്ഷൻ പ്രിവെന്റ്സ് ഡാമേജ് വെൻ ഡയഫ്രം ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ്. എന്താണ്, ആ ഫ്ലെക്സിബിൾ കണക്ഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡയഫ്രത്തിന് എന്താണ് ഡാമേജ് വരാത്ത രീതിയിൽ അതിനെ കീപ്പ് ചെയ്യുന്നു. സോ ഇങ്ങനെ ഒരു കണക്ഷനും കൂടി യഥാർത്ഥത്തിൽ എവിടെ വരുന്നുണ്ട്, ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നുള്ളത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റിലയബിലിറ്റി ആണ്, അതുപോലെ തന്നെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് മുൻപും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് ബി പ്ലേസ്ഡ് ക്ലോസ് ടു ദ എഞ്ചിൻ. അതായത് ക്യാം വഴി ഓപ്പറേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ എഞ്ചിനിലേക്ക് ക്ലോസ്ഡ് ആയിട്ട് മാത്രമേ ഈ ഒരു പമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പോസ്ഡ് ടു ഹീറ്റിനെ ഹീറ്റ് ഈ ഒരു പമ്പിലേക്ക് വന്ന് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വേപ്പർ ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിലവിലിവിടെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ്, ഇത് നമുക്ക് എഞ്ചിനിലേക്ക് ക്ലോസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ, ഹീറ്റ് എക്സ്പോസ് ചെയ്യപ്പെടും, അതുപോലെ തന്നെ വേപ്പർ ലോക്ക് ഉണ്ടാവും. അപ്പൊ ഈ വേപ്പർ ലോക്ക് എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ വർക്ക്സ് ഓൺലി ആഫ്റ്റർ ദ എഞ്ചിൻ സ്റ്റാർട്ട്, ഇതും മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ തരം പമ്പുകൾ, AC മെക്കാനിക്കൽ പമ്പുകൾ എന്ന് പറയുന്നത് എഞ്ചിൻ സ്റ്റാർട്ടായി കഴിയുമ്പോഴേ എന്ത് ആവുന്നുള്ളൂ, അതിന്റെ ആ ഒരു കൃത്യമായ പ്രവർത്തനത്തിലേക്ക് അത് വരുന്നുള്ളൂ. കാരണം എന്താണ്, AC മെക്കാനിക്കൽ പമ്പ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ആവുന്നത് ക്യാം ഷാഫ്റ്റിലെ എക്സെൻട്രിക് ക്യാം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ക്യാം ഷാഫ്റ്റ് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുമ്പോഴാണ് ക്യാം ഷാഫ്റ്റ് തിരിയുന്നത്. സോ ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ വർക്ക് ആവുന്നത് ആ സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ ഒരു പമ്പ് നിലവിൽ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഇലക്ട്രിക് പമ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ
ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ആക്കുന്ന ആ സമയത്ത് തന്നെ അത് എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിന്റെ ക്ലോസ്ഡ് ആയിട്ട് വെക്കണം എന്നുള്ള വിഷയങ്ങളൊന്നും ഇലക്ട്രിക് പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. കാരണം വയർ കണക്ഷൻ കൊടുത്താൽ മതി, എന്നിട്ട് അതിനെ നമുക്ക് ഈസി ആയിട്ട് പ്രവർത്തിപ്പിക്കാം. അങ്ങനെ വളരെ വലിയൊരു ഉപകാരപ്രദമായ ഇലക്ട്രിക്കൽ പമ്പുകളും ഉണ്ട് നമുക്ക് നിലവിലുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഇത്രയും നേരം നോക്കിയ എന്താണ്, AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പാണ്. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അത് പഠിക്കണം. കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതിൽ അല്ല കാര്യം, പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാൽവിന്റെ മെറ്റീരിയൽ എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ ഡയഫ്രത്തിന്റെ മെറ്റീരിയൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് എഞ്ചിനിലേക്ക് ക്ലോസ്ഡ് ആയിട്ട് വെക്കണം എന്ന് പറയുന്നത്, ഏത് സമയത്താണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇതിൽ എത്ര പ്രഷർ വരെ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എന്റെ സ്കെച്ച് വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ ഈ കാണാപ്പടം പഠിക്കുന്ന പോലെ ആയിരിക്കും. സ്കെച്ച് വെച്ച് പഠിക്കുമ്പോൾ ഏകദേശം നമുക്ക് അതിന്റെ ഐഡിയാസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടും. പെട്രോൾ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അതുപോലെ എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടർബോ ചാർജർ യൂസസ് ഡാഷ് എനർജി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്, എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. രണ്ടാമത് എൻജിൻ എനർജി. മൂന്നാമത് എനർജി ഫ്രം എ റേഡിയേറ്റർ. നാലാമത്തത് എനർജി ഫ്രം എ ഫ്ലൈ വീൽ. ഇപ്പൊ എന്താണ് ടർബോ ചാർജർ എന്ന് പറയുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസിന്റെ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് യഥാർത്ഥത്തിൽ ടർബോ ചാർജർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് അതിന്റെ ഒരു ലേ ഔട്ട് കാണാം. ഇവിടെ നമുക്ക് IC എഞ്ചിൻ ഇവിടെ വരുന്നുണ്ട്, ഒരു ബോക്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. IC എഞ്ചിനിലെ എക്സോസ്റ്റ് ഗ്യാസ് ഈ വഴി ഇങ്ങനെ വന്ന് എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യുന്നു, ടർബോ ചാർജറിലേക്ക് എത്തുന്നു. ടർബോ ചാർജറിലെ എന്തിനെ പ്രവർത്തിപ്പിക്കുന്നു, ടർബൈനെ പ്രവർത്തിപ്പിക്കുന്നു. ഈ ടർബൈനും അതുപോലെ തന്നെ ഈ ഒരു കംപ്രസറും തമ്മിൽ ഒരു ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ടർബൈൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കംപ്രസറും തിരിയുന്നു. കംപ്രസർ തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിക് എയറിനെ കംപ്രസർ വലിച്ചെടുക്കുകയും അത് ഒരു കൂളറിലൂടെ എഞ്ചിന്റെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതുവഴി നമുക്ക് ഓക്സിജന്റെ കണ്ടന്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും, അല്ലെ? എഞ്ചിന്റെ സിലിണ്ടറിനകത്തേക്ക് കിട്ടുന്ന ഓക്സിജന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കൂട്ടാൻ സാധിക്കും. സോ ഇത്തരത്തിലാണ് ടർബോ ചാർജറുകൾ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിന്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് ടർബോ ചാർജ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വരുന്ന കീ പോയിന്റുകൾ, എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കീ പോയിന്റുകൾ എന്തൊക്കെയാണ്, ടർബോ ചാർജർ വർക്ക്സ് ഓൺ എക്സോസ്റ്റ് ഗ്യാസ് എനർജി. അതാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് പവർ ഔട്ട്പുട്ട്, ഫ്യൂവൽ എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. എന്തൊക്കെയാണ്, പവർ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും, ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ ഇത് സഹായിക്കും, അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ്, എഞ്ചിന്റെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ. യൂസ്ഡ് ഇൻ മോസ്റ്റ് ഡീസൽ എഞ്ചിൻസ്. ഡീസൽ എഞ്ചിനാണ് പ്രധാനമായിട്ടും ടർബോ ചാർജറുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ളത്. പക്ഷെ അതേ സമയത്ത് പെട്രോൾ എഞ്ചിനിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ഹൈ പെർഫോമൻസ് പെട്രോൾ എഞ്ചിൻസിൽ ഇത് എന്ത് ചെയ്യാറുണ്ട്, ഈ ടർബോ ചാർജേഴ്സ് നിലവിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഡീസൽ എഞ്ചിൻസിൽ മാത്രമാണ് ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മോസ്റ്റ്ലി ഡീസൽ എഞ്ചിൻസിലാണ് ഉപയോഗിക്കുക. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, പെട്രോൾ എഞ്ചിനുകളിലും നിലവിൽ ഉപയോഗിക്കുന്നു. ടർബോ ചാർജറുകൾ പോലെ തന്നെ വരുന്ന മറ്റൊരു ഡിവൈസ് ആണ് ഏത്, സൂപ്പർ ചാർജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ചാർജർ എന്ന് പറയുന്നത് എന്താണ്, അതിലേക്കുള്ള ഡ്രൈവ് വരുന്നത് എങ്ങനെയാണ്, ഡയറക്ട്ലി ബൈ ദ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഡ്രിവൺ ഡയറക്ട്ലി ബൈ ദ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ്. യൂസസ് മെക്കാനിക്കൽ എനർജി. ഇവിടെ എന്താണ്, മെക്കാനിക്കൽ എനർജിയാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം ക്രാങ്ക് ഷാഫ്റ്റ്
തിരിഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി തന്നെയാണ് അവിടെ എന്ത് വരിക, അവിടെ ഉപയോഗിക്കുക. അപ്പൊ ഈ ടർബോ ചാർജറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് സൂപ്പർ ചാർജർ എന്താണെന്നുള്ളതല്ല, സൂപ്പർ ചാർജിന്റെ ഡ്രൈവ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. സോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ടർബോ ചാർജറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സുകൾ ഇതാണ്. ഇനി നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഈ ടോപ്പിക് ഒക്കെ പഠിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് കാര്യങ്ങൾ വേസ്റ്റ് ഗേറ്റ് ടർബോ ചാർജർ എന്താണ് എന്നുള്ളതും അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിലവിൽ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. തെർമോസ്റ്റാറ്റ് വാൽവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. തെർമോസ്റ്റാറ്റ് വാൽവിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൂളിംഗ് സിസ്റ്റം ആണ് അല്ലെ, കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തെർമോസ്റ്റാറ്റ് വാൽവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഫ്ലോ ഓഫ് വാട്ടർ, ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി എബോവ്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? തെർമോസ്റ്റാറ്റ് വാൽവ് അല്ലെ. അപ്പൊ എന്താണ് ഇതിലെ കറക്റ്റ് ആൻസർ? എന്താണ്? ദ ഫ്ലോ ഓഫ് വാട്ടറും അതുപോലെ തന്നെ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടറും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ഏതൊക്കെയാണ്? എയർ കൂളിംഗ് സിസ്റ്റം പറയാറുണ്ട്, അതുപോലെ തന്നെ വാട്ടർ കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിലും പറയാറുണ്ട്. എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ആണ് അല്ലെ, ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ആണ്. വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ആണ് അല്ലെ, ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം. സോ ഇത് ചെറിയ തരം വാഹനങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്താണ്? മീഡിയം അതുപോലെ തന്നെ ഹെവി വാഹനങ്ങളിലൊക്കെയാണ് ഈ വാട്ടർ കൂളിംഗ് സിസ്റ്റം നിലവിൽ ഉപയോഗിക്കുക. ഈ വാട്ടർ കൂളിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനെ രണ്ടാക്കി നിലവിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് തെർമോ സൈഫൺ കൂളിംഗ് സിസ്റ്റം അല്ലെ, തെർമോ സൈഫൺ കൂളിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ രണ്ടാമത്തത് പമ്പ് സർക്കുലേഷൻ കൂളിംഗ് സിസ്റ്റം അല്ലെ, പമ്പ് സർക്കുലേഷൻ കൂളിംഗ് സിസ്റ്റം. ഈ തെർമോ സൈഫൺ കൂളിംഗ് സിസ്റ്റത്തിന് തന്നെ നമ്മൾ ഗ്രാവിറ്റി എന്നും കൂടി പറയാറുണ്ട്, ഗ്രാവിറ്റി കൂളിംഗ് സിസ്റ്റം എന്നും. അതുപോലെ തന്നെ ഈ പമ്പ് സർക്കുലേഷൻ സിസ്റ്റത്തിന് നമ്മൾ ഫോഴ്സ്ഡ് കൂളിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫോഴ്സ്ഡ് കാരണം അവിടെ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ടാണ് വാട്ടറിന് സപ്ലൈ നടത്തുന്നത്. അതോടെ വാട്ടർ പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി, വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം അത് മുൻകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നാണ്. ഇപ്പൊ നിലവിൽ എന്ത് ചെയ്യുന്നില്ല, അത്ര ഉപയോഗിക്കുന്നില്ല, കാരണം അത്ര എഫിഷ്യന്റ് അല്ല. ഈ പമ്പ് സർക്കുലേഷൻ കൂളിംഗ് സിസ്റ്റത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ വരാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാക്സ് ടൈപ്പ് അല്ലെ, വാക്സ് ടൈപ്പ് വരാറുണ്ട്. അതുപോലെ തന്നെ ബെല്ലോ ടൈപ്പ് അല്ലെ, ബെല്ലോ ടൈപ്പ് അതുപോലെ തന്നെ വാക്സ് ടൈപ്പ്, ഇങ്ങനെ രണ്ട് തരത്തിൽ എന്ത് വരാറുണ്ട്? ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവുകൾ നിലവിൽ വരാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നിലവിൽ ഇത്. അപ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഈ വാക്സ് ടൈപ്പിലും അതുപോലെ തന്നെ ബെല്ലോ ടൈപ്പിലൊക്കെ ഏത് തരം കെമിക്കലാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട കേസുകളാണ്. ഇപ്പോ നമുക്കിവിടെ ഒരു ചിത്രം കാണാം, തെർമോസ്റ്റാറ്റ് വാൽവ് പൊസിഷൻഡ് ഓൺ ദ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചിത്രം നിലവിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ചിത്രത്തിൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ഒരു ഹോസ് പൈപ്പ് കാണാം, അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് വാൽവ് കാണാം. അത് ആ റേഡിയേറ്ററിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ നോക്കുമ്പോൾ ജസ്റ്റ് പറയാനുള്ള കേസ് എന്ന് പറയുന്നത്, ഈ കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നത്. ഇൻ ആൻ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ദ തെർമോസ്റ്റാറ്റ് വാൽവ് ഈസ് എ ടെമ്പറേച്ചർ സെൻസിറ്റീവ് വാൽവ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ എഞ്ചിൻ ആൻഡ് ദ റേഡിയേറ്റർ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റ് വാൽവ് എവിടെയാണ് വരിക എന്നുള്ളതാണ്. എവിടെയാണ് വരിക? എഞ്ചിനും അതുപോലെ തന്നെ റേഡിയേറ്ററിന്റെയും ഇടയിലായിട്ടാണ് ആര് വരുന്നത്? തെർമോസ്റ്റാറ്റ് വാൽവ് നിലവിൽ വരുന്നത്. എഞ്ചിന്റെയും അതുപോലെ തന്നെ റേഡിയേറ്ററിന്റെയും ഇടയിലായിട്ട് ആര് വരുന്നു? തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നു. അപ്പൊ ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വാക്സ് ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവും നിലവിലുണ്ട്.
അത് ഒന്ന് പഠിച്ചു വെക്കാം. ഇറ്റ്സ് മെയിൻ പർപ്പസ് ഈസ് ടു മെയിൻറ്റെയിൻ ദ എൻജിൻ അറ്റ് ഒപ്റ്റിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. പലപ്പോഴും പറയാറുണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ് എന്നൊക്കെ പറയുന്നത് എഞ്ചിനെ കൂളാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, എഞ്ചിനെ തണുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ല. എഞ്ചിൻ എപ്പോഴും ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ നിലവിൽ വേണം, എങ്കിലേ എഞ്ചിൻ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് എഞ്ചിനെ ഒരു ഒപ്റ്റിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത് അറൌണ്ട് 80 to 90 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ്. 80 മുതൽ 90 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുക, ഒരു ഒപ്റ്റിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, ആ കൂളിംഗ് വാട്ടറിന്റെ ടെമ്പറേച്ചർ ആണ് കേട്ടോ, അതിനെ അതിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാണ് എന്താ എഞ്ചിൻ ഈസ് കോൾഡ്. നമ്മൾ എഞ്ചിനൊക്കെ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ എഞ്ചിൻ കോൾഡ് ആയിരിക്കും. ദ തെർമോസ്റ്റാറ്റ് റിമെയിൻസ് ക്ലോസ്ഡ്, സോ കൂളന്റ് ഡസ് നോട്ട് ഗോ ടു ദ റേഡിയേറ്റർ. ദിസ് ഹെൽപ്പ് ദ എഞ്ചിൻ വാം അപ്പ് ക്വിക്ക്ലി. എന്താണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റേഡിയേറ്ററിൽ നിന്നും അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നുള്ള വാട്ടർ റേഡിയേറ്ററിലേക്ക് എത്തുന്നില്ല. അതെന്ത് ചെയ്യുന്നു, എഞ്ചിനിലൂടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ബൈപ്പാസ് വഴി എഞ്ചിനിലൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എഞ്ചിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വാമപ്പ് ആവാൻ പറ്റും. Longitudinal member of the chassis is connected by transverse member is known as. അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാ വരുന്നത്? എ എന്ന് പറയുന്നത് ബമ്പർ, അതുപോലെ തന്നെ ബി ക്രോസ് മെമ്പർ, സി എന്ന് പറയുന്നത് എക്സ് മെമ്പർ, ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദി അബോവ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് ലോഞ്ചിറ്റ്യൂഡൽ മെമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ചേസിസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിലവിൽ വന്നിരിക്കുന്നത്. ചേസിസ്. അപ്പൊ ചേസിസിലെ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പറിനെ കുറുകെ വരുന്ന ലോഞ്ചിറ്റ്യൂഡൽ മെമ്പർ ചേസിസ് ഇസ് കണക്റ്റഡ് ബൈ ട്രാൻസ്വേഴ്സ്. ലോഞ്ചിറ്റ്യൂഡൽ മെമ്പറിന് ക്രോസ് ആയിട്ട് വരുന്ന ട്രാൻസ്വേഴ്സ് മെമ്പറിനെ ഏത് പേരിലാണ് അറിയപ്പെടുക എന്നുള്ളത്. എന്താ പറയുക അതിനെ പറയുക നമ്മൾ ക്രോസ് മെമ്പർ എന്നുള്ള രീതിയിലാണ്, ക്രോസ് മെമ്പർ അല്ലെ. നമുക്കിവിടെ ചിത്രം കാണാം. ഈ ചിത്രത്തിൽ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പറും അതുപോലെ തന്നെ ക്രോസ് മെമ്പറും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ എന്താണ്, ഇതാണ് ഇവിടുത്തെ നിലവിൽ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പർ എന്ന് പറയുന്നത്. ഈ മെമ്പറിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പർ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മെമ്പറിനെയാണ് നമ്മൾ ക്രോസ് മെമ്പർ എന്ന് പറയുന്നത് അല്ലെ, ക്രോസ് മെമ്പർ. ഓക്കെ. അപ്പോ ഈ ദ ചേസിസ് ഫ്രെയിം കൺസിസ്റ്റ് ഓഫ് 2 long members running lengthwise called longitudinal member. 2 lengthwise ആയിട്ട് 2 മെമ്പേഴ്സ് വരുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡൽ മെമ്പർ എന്നുള്ള രീതിയിൽ. ഇത് ലോഞ്ചിറ്റ്യൂഡൽ മെമ്പർ അല്ലെ, ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ദീസ് ആർ കണക്റ്റഡ് അറ്റ് ഇന്റർവെൽസ് ബൈ ട്രാൻസ്വേഴ്സ് മെമ്പേഴ്സ് കാൾഡ് ക്രോസ് മെമ്പർ. അപ്പൊ ഇതിങ്ങനെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനങ്ങനെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് മെമ്പർ അല്ലെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് മെമ്പർ. അപ്പൊ എന്താ പർപ്പസ് എന്താണ് ഇതിന്റെ? പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ ഫ്രെയിം. അല്ല, സ്ട്രെങ്ത് കൊടുക്കണം, അതുപോലെ തന്നെ റിജിഡിറ്റി ഒക്കെ കൊടുക്കണം ഫ്രെയിമിന്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പേഴ്സിനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാനും ഈ ഒരു സിസ്റ്റമാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്പ്രിങ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സസ്പെൻഷൻ ഇൻ ഹെവി വെഹിക്കിൾ. ഏതുതരം സ്പ്രിങ് ആണ്, സസ്പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏതുതരം സ്പ്രിങ് ആണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്? കോയിൽ സ്പ്രിങ്, ക്വാർട്ടർ എലിപ്റ്റിക് ലീഫ് സ്പ്രിങ്, സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ്, ടോർഷൻ സ്പ്രിങ്. ഇതിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ് ആണ്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്. ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഹെവി വെഹിക്കിൾ, ബസ്, ട്രക്സ്, ലോറീസ്, ഇതിലൊക്കെ ഇത്തരം ലീഫ് സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്യുക. ലുക്സ് ലൈക്സ് ഹാഫ് ഓഫ് ആൻ എലിപ്സ് അല്ലെ, ഒരു എലിപ്സിന്റെ ഹാഫ് പോലെ നമുക്ക് കാണാൻ പറ്റും. മെയ്ഡ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റീൽ ലീവ്സ് ഓഫ് ഡിഫറെന്റ് ലെങ്സ് സ്റ്റാക്ഡ് ടുഗദർ. ഒരുപാട് എന്താണ് സ്റ്റീലിന്റെ ലീവ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ലീഫ് സ്പ്രിങ് നിർമ്മിക്കുന്നത്. എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ലെങ്ത്തിലായിരിക്കും ഇതിനെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഇതിനെ സ്ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അബ്സോർബ് റോഡ് ഷോക്സ്, സപ്പോർട്ട് ഹെവി ലോഡ്, പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി ടു ദ വെഹിക്കിൾ. അതുപോലെ തന്നെ സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ് ഈസ് കോൾഡ് ദ ബാക്ക് ബോൺ ഓഫ് ഹെവി വെഹിക്കിൾ സസ്പെൻഷൻ. ഹെവി വെഹിക്കിൾ സസ്പെൻഷന്റെ ബാക്ക് ബോൺ എന്നുള്ള രീതിയിലും കൂടെ ഈ സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിങ്ങുകളെ നമ്മൾ പറയാറുണ്ട്. ഇത്രയാണ് ലീഫ് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിന്റെ 2 ഭാഗം ഇവിടെ ഐ കാണാം, നമുക്ക് ഐ, അതുപോലെ തന്നെ ഇവിടെയും കാണാം ഐ. ഇതിനെ നമ്മൾ ഷാക്കിളിലേക്കും അതുപോലെ തന്നെ ചേസിസിലേക്കും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ആക്സിൽ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആക്സിൽ വരിക, ആക്സിൽ കണക്ഷൻ ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നമ്മളൊരു യു ബോൾട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും,
ഈ ആക്സിലേക്ക് ഇതിനെ ടൈറ്റ് ചെയ്യും. എനിക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇൻ റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ദ ബോൾസ് ട്രാവൽ ബിറ്റ്വീൻ ദ ബോൾ നട്ട് ആൻഡ് ഡാഷ്. ഒരു റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയറിൽ അതിനുള്ളിലുള്ള ബോൾസ് ട്രാവൽ ചെയ്യുന്നത് ബോൾ നെട്ടിനും അതുപോലെ തന്നെ ഡാഷിനും ഇടയിലൂടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസിൽ വോം വീല്, വോം ഷാഫ്റ്റ്, ഗിയർ റാക്ക്, സ്റ്റിയറിംഗ് വീൽ ഷാഫ്റ്റ്. ഏതായിരിക്കും? വോം ഷാഫ്റ്റ് ആണ് അല്ലെ? ഈ ചിത്രം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് വോം ഷാഫ്റ്റ്. വോം ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ നടുക്കൂടെ പോകുന്നതാണ്. ഈ ബോൾ ഗൈഡ് ഇവിടെ കാണാം, നമുക്ക് മേലെ ബോൾ ഗൈഡ് കാണാം. ബോൾസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നെട്ട് എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗത്തിനെയാണ് നമ്മൾ നെട്ട് എന്ന് പറയുന്ന രീതിയിൽ ബോൾ നെട്ട് എന്നുള്ള രീതി. ഈ ബോൾ നെട്ടിന്റെയും അതുപോലെ തന്നെ ഈ വോം ഷാഫ്റ്റിന്റെ ഇടയിലൂടെയാണ് ഈ ബോൾസ് നിലവിൽ ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കാർ, ട്രക്ക് ആൻഡ് ബസ്. അല്ലെ, സാധാരണ ഇത്തരം വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കും. ഇറ്റ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ആൻഡ് വിയർ കമ്പയർ ടു എ സിമ്പിൾ വോം ആൻഡ് നെറ്റ് മെക്കാനിസം. സാധാരണ ഒരു വോമോ അതുപോലെ തന്നെ നെറ്റ് മെക്കാനിസം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിട്ട് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്ത് വിയറൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും. കാരണം അതിൽ ഒരു ബോൾ ഗൈഡും അതുപോലെ തന്നെ കുറെ ബോൾസ് ഒക്കെ വരുന്നുണ്ട്. അത് ഉണ്ടായതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ സ്റ്റിയറിംഗ് വീൽ റൊട്ടേറ്റ്സ് ദ വോം ഷാഫ്റ്റ്. സ്റ്റിയറിംഗ് വീൽ എന്ത് ചെയ്യും? വോം ഷാഫ്റ്റിനെ പിടിച്ച് തിരിക്കും. സ്റ്റിയറിംഗ് വീൽ നമ്മൾ തിരിക്കുമ്പോൾ വോം ഷാഫ്റ്റ് ആണ് തിരിയുന്നത്. എ ബോൾ നെറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദ വോം ഷാഫ്റ്റ് ത്രെഡ്. ബോൾ നെറ്റ് മൗണ്ടഡ് ഓൺ ദ വോം ഷാഫ്റ്റ് ത്രെഡ്സ്. വോം ഷാഫ്റ്റ് ത്രെഡ്സിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വോം നെറ്റ് നമ്മൾ നിലവിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ബോൾസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ വോം ഷാഫ്റ്റ് ആൻഡ് ബോൾ നെറ്റ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് സ്റ്റീൽ ബോൾസുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ദീസ് ബോൾസ് സർക്കുലേറ്റ് കണ്ടിന്യൂസ്ലി ത്രൂ റിട്ടേൺ ഗൈഡ്സ് ആസ് ദ നെറ്റ് മൂവ്സ്. അപ്പൊ അവിടെ ഒരു ഗൈഡും ഉണ്ടായിരിക്കും മേൽഭാഗത്തൂടെ. അതിലൂടെ ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ബോൾസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബോൾസ് റെഡ്യൂസ് ഫ്രിക്ഷൻ. ബോൾസ് എന്ത് ചെയ്യും? വളരെ വലിയ രീതിയിൽ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യും. റോളിംഗ് മോഷൻ ഇൻസ്റ്റെഡ് ഓഫ് സ്ലൈഡിങ്. സ്ലൈഡിങ് അല്ല, അവിടെ റോളിംഗ് മോഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. The ball net movement is transferred to the sector gear or pitman arm which moves the wheels. അപ്പൊ അതെന്ത് ചെയ്യും? അത് ആ സെക്ടറിലൂടെ പിറ്റ്മാൻ ആം വഴി അതിന്റെ ലിങ്കുകളിലൂടെ അതെന്ത് ചെയ്യും? നമ്മളുടെ സ്റ്റിയറിംഗിലേക്ക്, വീലുകളിലേക്ക് കിട്ടുകയും അവിടെ സ്റ്റിയറിംഗ് പർപ്പസ് നിലവിൽ അവിടെ നടക്കുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. നമ്മൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ കുറിച്ച് ആദ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കേണ്ടായി, അതിന്റെ സ്കെച്ച് ഒക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പല തലങ്ങളിൽ നിന്നായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 7ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ നോട്ട്സ് വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ താങ്ക് യു.